അധ്യാത്മരാമായണം ബാലകാന്ഡം 3-ാം ദിവസം. അജ്ഞാനത്തെ തെളിച്ചു കാട്ടുന്ന അധ്യാത്മരാമായണം ശ്രീ പരമേശ്വരനാൽ പറയപ്പെട്ടതാണ്. ഇത് അധ്യയനം ചെയ്താൽ മനുഷ്യർക്ക് ഈ ജന്മത്തിൽ തന്നെ മോക്ഷം ലഭിക്കുമെന്നതിൽ സംശയമില്ല. രാമമാഹാത്മ്യം വളരെ ചുരുക്കി ഞാൻ പറയാം. വളരെ ഭക്തിയോടുകൂടി ഇത് കേട്ടോളൂ. ബുദ്ധിമണ്ടുക്കളായവർ ഈ കഥ കേൾക്കുകയാണെങ്കിൽ ലൗകിക ബന്ധങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്നവരാണേൽ പോലും അവർക്ക് മുക്തി ലഭിക്കും. രാമായണ മഹി. ശ്രീരാമായണം പുരാ വിരഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ. രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതു കണ്ടു ദാദാ. ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി ശ്രീമഹാരാമായണം ചമയ്ക്കയെന്നരുൾ ചെയ്തു. വീണാപാണിനിയുമുപദേശിച്ചു രാമായണം. വാണിയും വാൽമീകി തൻ നാവിന്മേൽ വാണിയിടുക ഔവണ്ണമെന്നാവിന്മേലേവം ചൊൽവാൻ. നാണമാകുന്ന താനും അതിനെന്താവതിൽ ഇപ്പോൾ. വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ. അധ്യാത്മപ്രതിപകാമത്യന്തം രഹസ്യം ഇതധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം. അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കുമാ സന്ദിഗ്ധമീ ജന്മം കൊണ്ടേ. ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിടുവാൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം. ബുദ്ധിമത്തുക്കളായൊരീ കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലുമുടൻ മുക്തരാ